ഈ സൈബർ സംഖ്യകൾ ഖത്തറിന് അങ്ങനെ തന്നെ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തത് ഈ സൈബർ സംഖ്യകളായിട്ടുള്ള ആൾക്കാർ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. നമസ്കാരം. ഇസ്രായേൽ ഖത്തറിൽ കയറി അടിച്ചിട്ടുള്ള കടന്നാക്രമണത്തെ കുറിച്ച് ഒന്നും പറയാത്തത് എന്താണെന്ന ചോദ്യം. സത്യത്തിൽ അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഒരു ധാരണ വന്നതിന് ശേഷം എന്താണ് ആഫ്റ്റർ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. ഈ അന്താരാഷ്ട്ര തലത്തെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യമാണ്. മറ്റു രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സെപ്പറേറ്റ് ആണ്. നമുക്ക് അഭിപ്രായങ്ങൾ പറയാനേ പറ്റൂ, കയറി ഇടപെടാനൊന്നും പറ്റില്ല. പക്ഷം ചേർന്ന് കഴിഞ്ഞാലും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയണം, അതിന് വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ പരസ്പരം അറിയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ പോലെ മറ്റു പലരും വീഡിയോ ചെയ്യുന്നതും നമ്മളൊക്കെ അതിൻ്റെ താഴെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതും. ആ അഭിപ്രായങ്ങളോ ആ വീഡിയോകളോ ആ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലോ ആ യുദ്ധത്തെയോ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത്തരത്തിൽ നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ കമന്റുകൾ എഴുതുമ്പോഴും ഈ കമന്റുകൾ എഴുതുന്നവർ തമ്മിൽ വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു ശത്രുതയ്ക്കോ ഒക്കെ മാത്രമേ അത് കാരണമാകുന്നുള്ളൂ. വസ്തുതയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കമന്റ് എഴുതാൻ കഴിയുന്ന എത്ര പേർ നമ്മുടെ ഇത് സംബന്ധിച്ച് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അത് നമ്മുടെ കമന്റ് ബോക്സ് നോക്കി കാണാനും പറ്റും. ഈ വീഡിയോയ്ക്ക് താഴെ നോക്കിയാൽ മതി. നമുക്ക് കാര്യത്തിലേക്ക് നടക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഖത്തറിലേക്ക് കടന്നു കയറി ഈ ഇസ്രായേൽ ആക്രമിച്ചത് തെമ്മാടിത്തരമാണ്, ചെറ്റത്തരമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ധാർഷ്ട്യമാണ്. ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക്, ഒരു ശത്രുതയോ മറ്റേ യാതൊന്നും ഇല്ലാത്തൊരു രാജ്യത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യമല്ല. ഇപ്പോ ഇന്ത്യയിൽ ദലൈലാമ വന്ന് താമസിക്കുന്നുണ്ട്. ആ ദലൈലാമയെ ഇന്ത്യ സംരക്ഷിക്കുന്നുണ്ട്. ദലൈലാമയെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത്തരം രാജ്യങ്ങളൊന്നും ഇന്ത്യയെ ആക്രമിക്കാൻ ഇതുവരെ വന്നിട്ടില്ല, വരെയുമില്ല. അതുപോലെ തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, മറ്റെല്ലാമാണ്, സമ്മതിച്ചു. പക്ഷേ ഖത്തറിൽ ഈ ഹമാസിന്റെ നേതാക്കൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗസ്റ്റാണ്. ആ ഗസ്റ്റായി താമസിക്കുമ്പോൾ ആ ഗസ്റ്റുകളെ വിട്ടുകിട്ടണമെന്ന് ഇസ്രായേലിന് ആവശ്യപ്പെടാം. അങ്ങനെ നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കുറ്റവാളികളെ നമ്മൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അല്ലാതെ ആ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയുമില്ല. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതല്ല ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ്. ഖത്തറിന് കയറി കടന്നാക്രമിച്ചത് ഹമാസ് നേതാക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ തകർന്നത് ഖത്തറിന്റെ പ്രദേശമാണ്, ദോഹയാണ്. ദോഹയിൽ ഏതാനും ബിൽഡിങ്ങുകളും മറ്റുമാണ്. അത് മറ്റു രാജ്യങ്ങളുടെ മേലെ ഇസ്രായേലിന്റെ ഫൈറ്റർ വിമാനങ്ങൾ വന്ന് ഖത്തറിന്റെ ആകാശത്ത് കടന്ന് എന്നിട്ട് തന്നെയാണ് ബോംബിടുന്നത്. അതാണ് ഒരു ലംഘനമാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് രാജ്യങ്ങളെ നിസ്സാരവത്കരിച്ചാണ് ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കാണുന്നത് എന്നാണ്. വളരെ നിസ്സാരവത്കരിച്ചാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിടാൻ പോകുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. പെട്ടെന്ന് കുറെ ഫൈറ്ററും ബോംബറും ചെന്നിട്ട് ഇസ്രായേലിന് ഇറാൻ ചെയ്തതുപോലെ തരിപ്പണമാക്കി തിരിച്ചു വരും എന്നതിനർത്ഥം. ദൂരവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ സമീപവ്യാപിയായിട്ടുള്ള വലിയ ഒരു ഭീഷണി ഇസ്രായേൽ നേരിടുന്നുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. തിരിച്ചടി അങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ. ഹമാസിനെ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഹമാസ് നേതാക്കളെ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്, കൊല്ലപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് 70,000 ഗസയിലെ സാധാരണ കുട്ടികളെയും സ്ത്രീകളെയും അവർ കൊന്നൊടുക്കി. പട്ടിണി കൊണ്ട് അവിടെ ദിവസവും ആൾക്കാർ മരിച്ചു വീഴുന്നു, കുട്ടികൾ മരിച്ചു വീഴുന്നു. കാരണം ചുറ്റും ഇസ്രായേലാണ്, ഒരു ഭാഗം കടലാണ്, അതാകട്ടെ ഇസ്രായേലിന്റെ വരുതിയിലാണ്. ഭക്ഷണം എത്തിക്കാനോ മരുന്നെത്തിക്കാനോ ഒരു മാർഗവുമില്ല. ഗസയിലെ മുഴുവൻ ആൾക്കാരും അതീവ ദുരിതത്തിലുമാണ്. അപ്പൊ ഇതിലൊക്കെ പ്രതിഷേധം മറ്റുള്ളവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ക്രൂരത അങ്ങനെ നിലനിൽക്കവേ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിച്ചത്. ഇറാനെ ആക്രമിക്കാനും കാരണമുണ്ട്. ഇറാൻ സാധാരണ മിണ്ടാതിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ സൈനിക ശേഷി എത്ര ഉണ്ടെന്ന് അറിഞ്ഞില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇറാനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് എന്താണ് ശരിക്കുള്ള ഇറാൻ എന്ന് അമേരിക്കയും ഇസ്രായേലും അറിഞ്ഞത്. അവസാനം കാല് പിടിച്ച് അത് നിർത്തേണ്ടി വന്നു. വെടിനിർത്തൽ മറ്റു കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വന്നു. തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും ഏകപക്ഷീയമായി ഇസ്രായേലിന് തന്നെ അത് നിർത്തേണ്ടി വന്നു. അമേരിക്കയാണ് അത് വെടിനിർത്തലിന് ചെയ്തതെന്ന് പറയേണ്ടി വന്നു. ചുരുക്കം പറഞ്ഞാൽ ഇനി ഇറാനെ തൊടാൻ ധൈര്യമില്ലാത്ത വിധം ഇസ്രായേൽ ചുരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ യുദ്ധം ചെയ്യാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ല. ഇസ്രായേലിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം തന്റെ കയ്യിലാണ്, താനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ഭരണം നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഖത്തറിൽ ഹമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരെ തട്ടാൻ എന്ന രീതിയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ചെന്ന് പൊട്ടിക്കുമ്പോൾ ഇറാന് നേരെ അടിച്ചതുപോലെയോ അല്ലെങ്കിൽ ഗസയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആകും എന്നാണ് കരുതിയത്.
എന്നാൽ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ച പോലെയല്ല ഖത്തറിന്റെ ഒരു പെരുമാറ്റം. ഇപ്പോൾ ഖത്തറിന്റെ ആകാശത്ത് കടന്നു കയറി ഖത്തറിനെ ആക്രമിച്ചിട്ടും ഇസ്രായേലിനോടും അല്ലെങ്കിൽ അമേരിക്കയോടുള്ള നിലപാടെന്ന് പറഞ്ഞത് അവർ പ്രതീക്ഷിച്ച പോലെയല്ല. ഖത്തർ വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പെട്ടെന്ന് കയറി അടിച്ചുകൊണ്ട് ഇറാൻ ചെയ്തതുപോലെ ഒതുക്കുകയല്ല ചെയ്യുക. ഖത്തർ ഒരു ചെറിയ രാജ്യമല്ലേ, ആ രാജ്യത്തെ നമുക്ക് ഏറെ ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ട്, അമേരിക്കയുടെ പരിധിയിലാണ് ഖത്തർ, അമേരിക്ക നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് ഇസ്രായേൽ കരുതിയത്. പക്ഷേ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നീക്കുന്നത്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു രാജ്യമാണ് എന്നുണ്ടെങ്കിലും സൈനികമായി മറ്റുള്ളവരെ നേരിടുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പിന്തുണ നേടിയെടുക്കണം, അറബ് രാജ്യങ്ങളിടയിൽ ഒരു പിന്തുണ നേടിയെടുക്കണം, അറബിക് ഇസ്ലാമിക് ഒരു ഐക്യം അവിടെ ഉണ്ടാക്കണം. അതിനുശേഷം ഒരുമിച്ച് ഇസ്രായേലിനെ തുടച്ചു നീക്കണം. അതായത് ഇസ്രായേൽ ഇപ്പം ഇമാതിരിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരുമിക്കണം, ഒരുമിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യം പൊടിയാകും എന്ന് ഇതിനു മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ചില പ്രമേയങ്ങൾ പാസ്സാക്കി എന്നല്ലാതെ ഈ അറബ് രാജ്യങ്ങളോ മറ്റാരോ അത് വേണ്ടത്ര ഒരു ഇത് കൊടുത്തിട്ടില്ല. അതായത് ഇന്ന് ഞാൻ നാളെ നീ എന്നതാണ് ഇസ്രായേലിന്റെ ഈ നടപടിയെക്കുറിച്ച് അന്ന് ഇറാൻ പറഞ്ഞത്. ഇന്ന് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അത് അറബ് രാജ്യങ്ങൾക്ക് ഓർമ്മ വരികയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചില സൈബർ സംഖ്യകളുടെ കരച്ചിലാണ്, നിലവിളിയാണ്. ഈ സൈബർ സംഖ്യകൾ ഖത്തറിന് അങ്ങനെ തന്നെ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തത് ഈ സൈബർ സംഖ്യകളായിട്ടുള്ള ആൾക്കാർ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ നടന്നിട്ടുള്ള ഈ അക്രമത്തെ, ഇസ്രായേലിന്റെ അതിക്രമത്തെ അപലപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഖത്തർ അമീറുമായി വിളിച്ച് സംസാരിച്ച് സകല പിന്തുണയും അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് അതേ പറ്റുള്ളൂ. എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മറ്റ് രണ്ട് രാജ്യങ്ങളാണ്, ആ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. അതിൽ ഇന്ത്യ കയറി ഇടപെടുന്നതിൽ ചില പരിധികളും പരിമിതികളും ഉണ്ട്. അവരുടെ അറബ് കൂട്ടായ്മയ്ക്ക് ശേഷം, അതിനുശേഷവും ഇന്ത്യയുടെ സഹായം ആവശ്യമായി വന്നാൽ മാത്രമാണ് ആ സമയത്ത് ഇന്ത്യക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് അഭിപ്രായം പറയാനും പിന്തുണ അറിയിക്കാനും മാത്രമേ കഴിയുള്ളൂ. അത് പക്ഷേ ഈ സൈബർ സംഖ്യകൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തു വരുന്നത് ഖത്തർ പെട്ടെന്നൊരു സൈനിക നടപടി എടുക്കുക എന്നുള്ളതല്ല. ഒരു കൊച്ചു രാജ്യമാണ്, ഈ പറയുന്നത് പോലെ ഒരു കൊച്ചു രാജ്യമാണ്. മറ്റുള്ളവരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിനൊന്നും ഒരുപക്ഷെ ഖത്തറിന് കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഖത്തറിന് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു അറബിക് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെയുള്ള ഒരു നിലപാടെടുക്കണം, ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കണം. മാത്രമല്ല വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം കൂടി സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഈ അറബ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക ബേസുകളുണ്ട്. ഈ ബേസുകളെല്ലാം അറബിൻ രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്നതിനൊരു കാരണമുണ്ട്. അതായത് ആ അറബ് രാജ്യങ്ങൾ കരുതുന്നത് ഒരു പിന്തുണ, ഒരു സപ്പോർട്ട്, തങ്ങളെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലോ മറ്റെന്തെങ്കിലും ചെയ്താലോ നമുക്കൊരു പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്നൊരു ധാരണയിലാണ് അതൊക്കെ സ്ഥാപിച്ചു വെക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ബേസ് ഖത്തറിൽ ഉണ്ടായിരിക്കെയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ വന്ന് ഖത്തറിൽ നാശനഷ്ടം വരുത്തി തിരിച്ചു പോയിട്ടുള്ളത്. അമേരിക്ക മിണ്ടിയിട്ടില്ല, ഈ സമയം വരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുകൂടി ഈ പറയുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ചർച്ചയും. ഇനിയിപ്പോൾ നിലവിൽ അമേരിക്കൻ ബേസുകൾ ഗൾഫ് രാജ്യങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ആ ഉള്ള അമേരിക്കൻ ബേസുകൾ എന്ത് ചെയ്യണം എന്നുകൂടി അവർ ആലോചിക്കും. മറ്റൊരു കാര്യം കൂടെ പുറത്തു വരുന്നത് നേരത്തെ അത്ര ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനമോ സൈനിക സ്വാധീനമോ ബേസുകളോ ഒന്നും തന്നെ ഇല്ല. അത്തരത്തിലുള്ളൊരു ധാരണയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു. ആ വിഷയം കൂടി ഈ അറബ് രാജ്യങ്ങൾ ഈ ചർച്ചയിൽ കൊണ്ടുവന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടി തന്നെ ആയിരിക്കും. കാരണം ഈ അറബ് രാജ്യങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്ത അമേരിക്കയെ, കാര്യം അമേരിക്കൻ ബേസ് അനുവദിച്ചു കൊടുത്തത് ഈ രാജ്യങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഒരു സുരക്ഷിതത്വം ഇല്ലാന്ന് മാത്രമല്ല, ഒരു പ്രതികരണം നടത്തിയതുമില്ല. അത് മാത്രമല്ല, അടിച്ച രാജ്യത്തെ, തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശത്രു രാജ്യത്തിന്റെ സൈനിക സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാറ്റിയിട്ട് തങ്ങളെ സഹായിക്കുന്ന, ഏതവസ്ഥയിലും തങ്ങളെ തുണയ്ക്കുന്ന ഒരു സൈനിക ബേസ് ഉണ്ടായിക്കോട്ടെ, റഷ്യ തങ്ങളോടൊപ്പം പോരട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ട്രംപിന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരിക്കും. ഇപ്പോൾ നടക്കാൻ പോകുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ, അതായത് ദോഹയിൽ, ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത ദോഹയിൽ വെച്ച് നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഖത്തർ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. മറ്റു രാജ്യങ്ങളെല്ലാം ഖത്തറിന്റെ തീരുമാനത്തിനനുസരിച്ച് നിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇസ്രായേൽ ഖത്തറിലേക്ക് തൊടുത്തുവിട്ടിട്ടുള്ള ആ ഓരോ ബോംബും, ആ ബോംബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും അമേരിക്കയും ട്രംപും മറുപടി പറയേണ്ട കാലം വിദൂരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.